പ്രിയമുള്ളവരെ, വചനജ്വാല 1173 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് നവംബർ 16 ശനിയാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. ഇന്നത്തെ വചന വായനയിൽ ജോബിന്റെ പുസ്തകം 17-ാം അധ്യായം 1 മുതൽ 16 വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക. എൻ്റെ മനസ്സ് നുറുങ്ങിയിരിക്കുന്നു, എൻ്റെ ദിനങ്ങൾ തീർന്നിരിക്കുന്നു, ശവകുടീരം എനിക്കായി ഒരുങ്ങിയിരിക്കുന്നു. പരിഹാസകർ എന്നെ വളയുന്നു, അവരുടെ പരിഹാസം ഞാൻ നിസ്സഹായനായി നോക്കിയിരിക്കുന്നു. അങ്ങ് തന്നെ എനിക്ക് ജാമ്യം നൽകണമേ. മറ്റാരാണ് എനിക്ക് വേണ്ടി ജാമ്യം നിൽക്കുക? അങ്ങ് തന്നെ അവരുടെ ബോധത്തെ അന്ധമാക്കിയത് കൊണ്ട് എന്നെ ജയിക്കാൻ അവരെ അനുവദിക്കരുത്. സ്നേഹിതന്റെ സ്വത്തിൽ പങ്കു കിട്ടാൻ വേണ്ടി അവനെ ഒറ്റിക്കൊടുക്കുന്നവന്റെ സന്തതികളുടെ കണ്ണ് അന്ധമായി പോകും. അവിടുന്ന് എന്നെ ജനങ്ങൾക്ക് പഴമൊഴിയാക്കി തീർത്തു. ആളുകൾ എൻ്റെ മുഖത്ത് തുപ്പുന്നതിനിടയാക്കുന്നു. ദുഃഖാധിക്യത്താൽ എൻ്റെ കണ്ണുകൾ മങ്ങി, എൻ്റെ അവയവങ്ങൾ നിഴൽ പോലെയായി. ഇത് കണ്ട് നീതിമാന്മാർ പരിഭ്രാന്തരായിത്തീരുന്നു. നിഷ്കളങ്കൻ അധർമ്മിയുടെ നേരെ കോപിക്കുന്നു. നീതിമാൻ തന്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കുന്നു. നിർമ്മല കരങ്ങളുള്ളവൻ അടിക്കടി കരുത്തു നേടുന്നു. നിങ്ങളെല്ലാവരും ഒരുമിച്ച് വന്നാലും നിങ്ങളിൽ ഒരു ജ്ഞാനിയും ഉണ്ടായിരിക്കുകയില്ല. എൻ്റെ ദിനങ്ങൾ കടന്നുപോയി, എൻ്റെ പദ്ധതികളും ഹൃദയാഭിലാഷങ്ങളും തകർന്നു. അവർ രാത്രിയെ പകലാക്കുന്നു, പ്രകാശം അന്ധകാരത്തോടടുത്തിരിക്കുന്നു എന്ന് അവർ പറയുന്നു. പാതാളത്തെ ഭവനമായി ഞാൻ കാണുന്നുവെങ്കിൽ അന്ധകാരത്തിൽ ഞാൻ എൻ്റെ കിടക്ക വിരിക്കുന്നു എങ്കിൽ, ശവക്കുഴിയോട് നീ എൻ്റെ പിതാവാണ് എന്നും പുഴുവിനോട് നീ എൻ്റെ അമ്മയാണ്, സഹോദരിയാണ് എന്നും പറയുന്നുവെങ്കിൽ എൻ്റെ പ്രതീക്ഷ എവിടെ? എൻ്റെ പ്രത്യാശ ആര് കാണും? അത് പാതാള കവാടം വരെ എത്തുമോ? പൊടിയിലേക്ക് എന്നോടൊത്ത് വരുമോ? ദൈവത്തിൻ്റെ തിരുവചനമാണ് നാം കേട്ടത്. പ്രിയമുള്ളവരെ, ഇന്ന് ആഗോള കത്തോലിക്ക സഭയിൽ സ്കോട്ട്ലൻഡിലെ വിശുദ്ധ മാർഗരറ്റ് രാജ്ഞിയെ അനുസ്മരിക്കുന്ന ദിവസമാണ്. 1046 ജനനം. കൊട്ടാരത്തിലാണ് വളർന്നതെങ്കിലും ലൗകിക സന്തോഷം വിഷമായിട്ടാണ് കണ്ടിരുന്നത്. ഭർത്താവ് മാൽക്കോം ഒരു പരിവരുത്ത മനുഷ്യനായിരുന്നുവെങ്കിലും രാജ്ഞിയുടെ സംപ്രീതമായ പെരുമാറ്റം അദ്ദേഹത്തെ കീഴ്പ്പെടുത്തി. അവർക്ക് 8 മക്കളാണ് ഉണ്ടായിരുന്നത്. അവരെ ദൈവഭക്തിയിൽ തന്നെ വളർത്തി. നോമ്പുകാലത്തും ആഗമനകാലത്തും 300 ദരിദ്രരെ വിളിച്ച് രാജാവും രാജ്ഞിയും അവർക്ക് ഭക്ഷണം വിളമ്പിയിരുന്നു. എന്നും വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം 6 ദരിദ്രരുടെ പാദങ്ങൾ കഴുകി അവർക്ക് ധർമ്മം കൊടുത്തിരുന്നു. സ്വന്തം ആഹാരം വളരെ കുറച്ച് മാത്രമേ കഴിച്ചിരുന്നുള്ളൂ. ഒരു യുദ്ധത്തിൽ വിജയിച്ച് അപ്രതീക്ഷിത സമയത്ത് രാജാവിനെ കുത്തിക്കൊല്ലുകയാണ് ഉണ്ടായത്.
തുടർന്ന് നടന്ന യുദ്ധത്തിൽ മകനും കൊല്ലപ്പെട്ടു. തുടർന്ന് രോഗിയായി വിശുദ്ധ മാർഗരറ്റ് രാജ്ഞിയും മരണത്തെ പുൽകി. സ്കോട്ട്ലൻഡിലെ പവിഴം എന്നാണ് ഇവരെ വിളിച്ചിരുന്നത്. പ്രിയരെ, ഇന്നു തന്നെയാണ് കന്യകയും മഹാവിശുദ്ധയുമായ വിശുദ്ധ ജർത്രൂദിനെയും അനുസ്മരിക്കുന്നത്. സഭയ്ക്ക് ഒരുപാട് ഗ്രന്ഥങ്ങൾ സംഭാവന ചെയ്തിട്ടുണ്ട്. വിശുദ്ധ ജർത്രൂദിന്റെയും വിശുദ്ധ മാർഗരറ്റ് രാജ്ഞിയുടെയും മധ്യസ്ഥം യാചിച്ച് അവരുടെ പ്രത്യേകമായ മാധ്യസ്ഥം നമുക്ക് ഒരിക്കൽ കൂടി യാചിച്ചുകൊണ്ട് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും നല്ല ഒരു ശനിയാഴ്ച ദിവസം ആശംസിക്കുന്നു.